ഹായ് ഗൈസ്, പുതിയൊരു സൊമാറ്റോ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ കാപ്പി കുടിക്കാൻ പോവാണ്, ഇപ്പോൾ ഫുഡ് കഴിക്കാൻ പോവാണ് കേട്ടോ. ഫുഡെന്ന് പറയണത് അപ്പമുണ്ട്, ചമ്മന്തിയുണ്ട്, ചായയുണ്ട് കേട്ടോ. അപ്പോൾ നേരെ കഴിക്കാം. ഗൈസ്, അപ്പോൾ കഴിക്കാൻ പോവാണ്. അടിപൊളി കേട്ടോ. തേങ്ങ ചമ്മന്തിയാണ്, പിന്നെ മീൻകറി ഉണ്ട് കേട്ടോ. ഇരിപ്പുണ്ട്. അപ്പോൾ കഴിക്കട്ടെ. ഏകദേശം നമ്മളെ 11 മണി ടു 3 ആണ് നമ്മൾ വർക്ക് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിലെ ഫസ്റ്റ് ഓർഡർ നമുക്ക് അടിച്ചിട്ടുണ്ട്. ഫസ്റ്റ് ഓർഡർ എന്ന് പറയുമ്പോൾ ഇറാനി റെസ്റ്റോറൻ്റ് ആണ് കേട്ടോ, നമ്മളെ പേര് കൂടെ ഉള്ള. ഞാൻ കുറച്ച് ഇനി എപ്പോഴും എത്തിയപ്പോഴാണ് ഓർഡർ അടിച്ചത്. ഇനിയിപ്പോൾ ഇവിടെ തിരിച്ചു പോവാം. ഇറാനി റെസ്റ്റോറൻ്റ് ആണ്. വൈകുന്നേരം ഇറാനി ഇഷ്ടംപോലെ ഓർഡർ കിട്ടും കേട്ടോ. രാവിലെ ഉണ്ട്, പക്ഷെ കുറവാണ്. അപ്പോൾ നേരെ അങ്ങോട്ട് പോവാം. ഇവിടുന്ന് അധികം ദൂരമില്ല, 800 മീറ്റർ ഉള്ളൂ കേട്ടോ. ഗൈസ്, അപ്പം ഐറ്റം റെഡി ആയിട്ടില്ല. റെസ്റ്റോറൻറ്റ് എത്തി കേട്ടോ. ഇവന്മാർ ഡിലേ എന്ന് പറഞ്ഞുകൊണ്ട് കാണിച്ചുകൊണ്ടിരിക്കുന്നു. ഇവന്മാർ എന്താടി സൊമാറ്റോ വന്ന് ഇപ്പോൾ ഭയങ്കര വിഷയമായിട്ട് വരെയാണ്. അപ്ഡേറ്റ് പുറകിലോട്ട് വിറ്റുകൊണ്ടിരിക്കും. റോഡ് ക്രോസ് ചെയ്യുമ്പോൾ നോക്കി ക്രോസ് ചെയ്യണം, അതുകൊണ്ട് ഈ പണിയാവും ചിലപ്പോൾ. ഗൈസ്, ഫുഡ് റെഡി ആയിട്ടുണ്ട്. ഒരു 12-13 മിനിറ്റ് എടുത്ത് കേട്ടോ. ഗൈസ്, അപ്പോൾ ഐറ്റം കൊടുത്തിട്ടുണ്ട്. ഐറ്റം എന്ന് പറയണത് ബട്ടർ ചിക്കൻ ഫുള്ളും, കേരള പൊറോട്ട 3 കേട്ടോ. ഇപ്പോൾ ഈ ഇരിക്കുന്ന പൾസറിൻ്റെ 180F കിട്ടില്ല വണ്ടിയാണ് കേട്ടോ. 220 അതേപോലത്തെ സെയിം മോഡല്. കൈ ചൂട് വേണം. അയ്യോ, ഭയങ്കര ചൂട്. ഇപ്പോൾ TKD റോഡാണ് കൊടുക്കാനുള്ളത്. ഇവിടെ നിന്ന് 3.5 കിലോമീറ്ററാണ് നേരെ വച്ച് പിടിക്കാം. അപ്പോൾ ഓർഡർ എടുത്തത് ഇറാനി റെസ്റ്റോറൻ്റ് ആണ്. ഐറ്റം എന്ന് പറയണത് നേരത്തെ ഞാൻ പറഞ്ഞില്ലേ, ബട്ടർ ചിക്കൻ ഫുള്ളും, പിന്നെ നമ്മളെ ഇതില്ലേ കേരള പൊറോട്ട, അത് 4 അതാണ് ഐറ്റം. ഗൈസ്, അപ്പോൾ ഇന്ന് കവടിയാറും പട്ടം വെള്ളയമ്പലമൊക്കെ നല്ല ബ്ലോക്കാണ്. പിന്നെ നമ്മളെ മറ്റേ കേന്ദ്രമന്ത്രി പുള്ളിക്കാരൻ വന്നോണ്ട് ഫുള്ള് വണ്ടി. പിന്നെ ഇന്ന് റോഡിൽ പാർക്ക് ചെയ്യുന്ന വണ്ടികളൊക്കെ ദാണ്ട ഈ സാധനം വെച്ച് ഊരിക്കൊണ്ട് പോകുമെന്ന് പറഞ്ഞു. റിക്കവർ. ഹലോ, എന്തിന് ഇവിടെ കൊണ്ട് നിർത്താമോ? പിന്നെ ഇപ്പം പെട്ടെന്ന് പോവാം കേട്ടോ. എല്ലായിടവും ബ്ലോക്കാണ്, ഭയങ്കര തിരക്ക് കേട്ടോ. ഞായറാഴ്ച എന്ന് പറഞ്ഞിട്ട് പറഞ്ഞിട്ട് കാര്യമില്ല. സാധാരണ ഞായറാഴ്ച തിരക്ക് സംഭവമൊന്നും ഇല്ലാത്ത, ഇപ്പോൾ ഭയങ്കര തിരക്ക് കേട്ടോ. അയ്യോ, ഇവിടെ സുപ്രീം ബേക്കറിൽ അവിടെ ഇത് തിരക്കാണ് കേട്ടോ. അത്യാവശ്യം സെയിൽ അടക്കുന്ന കടയാണ് സുപ്രീം ബേക്കറി. അത്യാവശ്യം സെയിൽ അടക്കുന്ന കടയാണ്. ആൾക്കാർ എടുത്ത് റോഡിൽ കൂടെ ഇറങ്ങി പോകണം. ഈ ഒന്നാമത്തെ ഈ വളവിൽ വണ്ടി ഓടുന്ന പ്രശ്നം. എന്ത് ചെയ്യുന്നു, ഞാൻ രാവിലെ തൊട്ടേ ഇങ്ങനെ അടക്കുന്നു. ഇത് ആരെ വണ്ടിയാണെന്ന്
ആരെ വണ്ടിയെന്ന് അറിഞ്ഞൂടാ, പള്ളിയിൽ അങ്ങനെ വന്നതാ എന്തിനാണെന്ന് അറിഞ്ഞൂടാ. പക്ഷെ റോഡിൻ്റെ പകുതി പോയി കിടക്കി. 22 BH മറ്റേ ഏതോ കേന്ദ്ര സർക്കാർ ഉദ്യോഗസ്ഥൻ്റെ വണ്ടിയാണ് കേട്ടോ. എൻ്റെ അഭിപ്രായത്തിലെ ഈ 22 BH പിന്നെ സർക്കാർ ഉദ്യോഗസ്ഥർക്ക് മാത്രം കൊടുക്കരുത്. അതൊരു അവഗണനയാണ് അല്ലേ? എനിക്കങ്ങനെ പേഴ്സണലി അങ്ങനെ തോന്നി. കൊടുക്കണമെങ്കിൽ എല്ലാവർക്കും കൊടുക്കണം. ഇപ്പം മിലിറ്ററി, പിന്നെ എയർഫോഴ്സ് അങ്ങനെയൊക്കെ ഉള്ളതെന്നുണ്ടെങ്കിൽ സ്പെഷ്യൽ വിങ്ങാണ്, അവരൊക്കെ സ്പെഷ്യലായിട്ട് കൊടുത്താലും ഒരു കുഴപ്പമില്ല. പക്ഷേ ഈ സർക്കാർ ഉദ്യോഗസ്ഥർക്ക് മാത്രം പ്രത്യേക ഒരു പിന്നെ നമ്പർ പ്ലേറ്റ് കൊടുക്കുന്നതിൽ എനിക്ക് യോജിപ്പില്ല. എൻ്റെ പേഴ്സണൽ ഒപ്പീനിയനാണ്. നിങ്ങൾക്ക് എന്തൊരു തോന്നിയെന്ന് പറഞ്ഞ് പോണ നമുക്കിവിടെ ഒതുക്കാം. നമുക്കിവിടെ ഒതുക്കിയിട്ട് ഞായറാഴ്ച ആയാലും ഓറും കാര്യങ്ങളൊന്നും വലിയായിട്ടൊന്നുമില്ല കേട്ടോ. വലിയ ഫ്ലോ ഒന്നുമില്ല, വലിയ ഫ്ലോയും കാര്യങ്ങളൊന്നുമില്ല. സാധാരണ നമ്മൾ ശനിയാഴ്ച അല്ലെന്നുണ്ടെങ്കിൽ തിങ്കളാഴ്ചയൊക്കെ കിട്ടും പോലെ ഓറില്ല. ആ ഒരു ഫ്ലോ ഇല്ല, ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കൂലേ, അതില്ല. കിട്ടുന്നുണ്ട്, പക്ഷെ ഒരു ഇതില്ല, ഒരു രസമല്ല. ഇപ്പോൾ ലൊക്കേഷൻ എത്തിയിട്ടുണ്ട്. അടി പിടിക്കില്ല, ചൂടാണ്, ചൂട്. ഏകദേശം ഫുഡ് കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. 34 രൂപ 48 കിട്ടിയത്. അപ്പോൾ അടുത്ത ഓവർ നമുക്ക് ചടപട അടിച്ചിട്ടുണ്ട്. ചടപട എന്ന് പറയുമ്പോൾ അടുത്ത ഓവർ പിന്നെ നമ്മളെ ഗരം മസാല ഇല്ലേ, പട്ടത്താണ് കേട്ടോ. അപ്പോൾ LICയിലെ പുറകെ കൂടെ കയറിപ്പോ. അപ്പം ഞാൻ എപ്പോഴും ആലോചിക്കും കേട്ടോ, ഒരു പോളിസി എടുക്കണം, പിന്നീട് മറന്നു. ഉച്ചയ്ക്ക് നമുക്ക് ഫുഡ് വാങ്ങിക്കണം. ഇന്നാൾ ഫുഡ് വാങ്ങിച്ചു കേട്ടോ. ഫുഡ് എന്ന് പറയുമ്പോൾ സദ്യ വാങ്ങിച്ചു. അയ്യോ, ബാറ്ററി ഡൗൺ ആയി കേട്ടാ. അപ്പോൾ അതും കൂടെ ഇട്ടിട്ട് പോവാം. നമ്മൾ ലൊക്കേഷൻ അങ്ങനെ എത്തിയിട്ടുണ്ട്. ഇവിടുന്ന് U-turn എടുക്കണം കേട്ടോ. U-turn എടുത്ത് പോകാൻ പറ്റും. അറുപത്തൊമ്പത് 48. ഏകദേശം ഐറ്റം എടുത്തിട്ടുണ്ട് കേട്ടോ. ഐറ്റം എന്ന് പറയണത് കുറേ ഉണ്ട്. സിംഗിൾ എഗ് കറിയും കേരള പൊറോട്ട, ചിക്കൻ ബിരിയാണി ഹാഫുമാണ് കേട്ടോ. വണ്ടി SVT ഹോസ്പിറ്റലാണ്. ഇവിടുന്ന് 950 മീറ്റർ ഉള്ളൂ കേട്ടോ. അതുകൊണ്ട് ആ സിഗ്നലില്ലേ, അവിടെയാണ് കൊടുക്കാനുള്ളത്. നേരെ അങ്ങോട്ട് വച്ചു പിടിക്കുകയും. ഇന്ന് മറ്റേ കേന്ദ്രമന്ത്രി അമിത്ഷാ പുള്ളിക്കാരൻ പറഞ്ഞോണ്ടേ പോലീസ് എല്ലാവർക്കും നല്ല ഡ്യൂട്ടി ഉണ്ട് കേട്ടോ. എല്ലാവരും റോഡുകളെ ഒതുക്കി റോഡ് സൈഡിൽ പാർക്ക് ചെയ്യുന്ന വണ്ടിയൊക്കെ തൂക്കിക്കൊണ്ട് പോകുന്നൊക്കെ പറയണം കേട്ടോ. ഉള്ളത് എനിക്ക് അറിഞ്ഞൂടാ അതിനെപ്പറ്റി. ഞാൻ പറയണം ഉള്ളതാണോ ഇല്ലെന്ന് അറിഞ്ഞൂടാ. ലൊക്കേഷൻ എത്തിയിട്ടുണ്ട്. തന്നെ പുള്ളി കണ്ടു കേട്ടോ. ഹീറോ നല്ല രസമാണ് അല്ലേ ഹോസ്പിറ്റല്. മറ്റുള്ള ഹോസ്പിറ്റലിനെ പോലെയല്ല, ഒരു ശാന്തത ഉണ്ട്. ശാന്തത ഉണ്ട്. അല്ലേ? ശരി, ഓക്കെ. ഏകദേശം അപ്പോൾ 24 രൂപ 66 പൈസയാണ് കിട്ടിയത്. അപ്പോൾ അടുത്ത ഓവർ നമുക്ക് അടിച്ചിട്ടുണ്ട്. അടുത്ത ഓവർ എന്ന് പറയുമ്പോൾ ചിക്കിങ് ആണ് കേട്ടോ. നമ്മളെ ക്യാഷ് ഹൗസ് എടുത്തുള്ള ചിക്കിങ് ആണ്. ഇങ്ങോട്ടുള്ള ഓവറാണെങ്കിൽ കുഴപ്പമില്ല, ഉണ്ടാകും. മറ്റേ അടിച്ച് പാപ്പനംകോട് വിഷയമില്ല, കഴക്കൂട്ടത്തെത്തി പ്രശ്നമാണ് കേട്ടോ. തിരക്കും ബഹളവും. അപ്പോൾ നമുക്ക് ചിക്കിങ് ആണ്. ഇവിടുന്ന് 1.5 കിലോമീറ്റർ ഉള്ളൂ. നേരെ വെച്ച് പിടിക്കണം കേട്ടോ. നല്ല വെയിലുണ്ട്, വിശപ്പ് പഠിക്കുന്നു. ഇന്ന് എന്താ ഇത്ര വിശക്കുന്നത്? രാവിലെ 3-4 ദോശ കയറ്റിയതാണ്. ശരിയായില്ല, നല്ല വിശപ്പിടിക്കുന്നുണ്ടല്ലോ. ഞാൻ നല്ല കറിയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു 6-7 കഴിക്കും കേട്ടോ. നമ്മളെ ഇഷ്ടത്തിന് കഴിക്കാം, നമുക്ക് എത്ര ആവശ്യമുണ്ടോ അത് കഴിക്കാം. അതൊന്നും ആരെയും നോക്കിയൊന്നും വേണ്ട. ചിലർ പറയും നിങ്ങൾ വാരി ഒഴിച്ചു കഴിക്കുന്നത് അങ്ങനെയാണ് ഇങ്ങനെയെന്ന് പറയും. പറഞ്ഞവർ പറയട്ടെ, നമുക്ക് വിഷയമൊന്നുമില്ല. നമ്മൾ അത്യാവശ്യം ജോലി ചെയ്യുന്നുണ്ട്. അപ്പോൾ അവർ നമുക്ക് വിശക്കും.
ചോറ് മാച്ച് വേറൊരു അടപ്പിൽ ഒരു പാത്രത്തിലെങ്ങാനും, അടപ്പിലല്ല വേറൊരു പാത്രത്തിലെങ്ങാനും കറിയിടും. കറി മാച്ചുകൊണ്ടിട്ട് ഈ വലിയ വാഴയില വെട്ടിയിട്ടിട്ട് ഒരു 10-15 പേര് ഇത് കറിയെല്ലാം കൂടെ തട്ടി കടയിൽ നിന്ന് അച്ചാർ മാച്ച് എല്ലാവരും കൂടെ വളഞ്ഞിരുന്ന് കഴിക്കും. എന്ത് രസമായിരുന്നതാണ് അതൊക്കെ. ആ ടേസ്റ്റൊക്കെ ഒന്ന് ഒരു രക്ഷയില്ലാത്ത ടേസ്റ്റാണ്. ആ ടേസ്റ്റൊന്നും KFC മെക്ഡോണൾഡ്സിലൊന്നും കിട്ടൂല. ഗൈസ് ഫുഡ് റെഡി ആയിട്ടില്ല. ഞാൻ ചോദിച്ചപ്പോൾ പറഞ്ഞാൽ 2 മിനിറ്റ് ആവും എന്ന് പറഞ്ഞ്. വെയിറ്റ് ചെയ്യാം. റെഡി വന്ന് ഗൈസ് ഇപ്പോൾ ഇവിടെ റെഡി വരെ പാടാണ് കേട്ടോ. അത് ചെന്ന് നോക്കാം. റെഡി വരെ പാടാണ്. റെഡി വന്നിട്ടില്ല. റെഡി കൊടുക്കാൻ പറഞ്ഞു, പക്ഷെ ഇതുവരെ വന്നിട്ടില്ല. ഗൈസ് ഫുഡ് റെഡി ആയിട്ടുണ്ട്. 66-27. അപ്പോൾ ഐറ്റം എന്ന് പറയണത് ചിക്കൻ സ്പൈസി ചിക്കനും കൊക്കോകോള 300 ml. ഇപ്പോൾ സാധനം എടുത്തിട്ടുണ്ട്. വിശപ്പ് കൊടുക്കാനുള്ള 4-5 4-5 ഏതോ ഒരു അത് ക്യാമറ ചാർജ് ചെയ്യുന്നു കേട്ടോ. ചാർജ് ഇടാൻ പോവുകയാണ്. വിശപ്പ് ഫുഡ് കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. വിശപ്പ് ഫുഡ് കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. 43 രൂപ 23 പൈസ. വിശപ്പ് അടുത്ത ഓർഡർ അടിച്ചിട്ടുണ്ട്. അടുത്ത ഓർഡർ അടിച്ചെന്നല്ല, അടുത്ത ഓർഡർ എടുത്തിട്ടുണ്ട്. അടിച്ച ഓർഡർ എടുത്തിട്ടുണ്ട് കേട്ടോ. ക്യാമറ ചാർജ് ഇല്ലായിരുന്നു, ഇപ്പോൾ ഓണാക്കിയത്. വിശപ്പ് ബീഫ് റോസ്റ്റാണ്. എടുത്ത സ്ഥലം എന്ന് പറഞ്ഞാൽ വലിയ കട റെസ്റ്റോറൻറ്റ് പേറുകട കേട്ടോ. നേരത്തെ ഒരു കോമഡി നടന്ന്, ചെറിയൊരു പ്രശ്നം നടന്നു. സംഭവം വേറൊന്നുമല്ല, പിന്നെ എടുത്ത വലിയ കടയിൽ നിന്ന് നേരത്തെ ഒരു ഓർഡർ കൊണ്ടുപോയി കേട്ടോ. ക്യാമറ ഇപ്പം ചാർജ് ഇട്ടൊക്കെയായിരുന്നു. അപ്പോൾ ആ ഓർഡർ മാറിപ്പോയി. ഡബിൾ ഓർഡറായിരുന്നു, ഒന്ന് ഇറാനിന്നും ഒന്ന് വലിയ കടയും. പക്ഷേ ആ ഓർഡർ മാറിപ്പോയി. അവിടെ ചെന്നപ്പോൾ കസ്റ്റമർ പറഞ്ഞ പൊറോട്ടയാണെന്ന് പറഞ്ഞു. പിന്നെ രണ്ടാമത് പോയി എടുത്ത് കൊടുക്കേണ്ടി വന്നു. എന്നാലിപ്പോൾ ഫൈനലി പ്രശ്നം പരിഹരിച്ച് പോങ്ങുമ്പോഴാണ് കൊടുക്കാനുള്ളത്. നേരെ വെച്ച് പിടിക്കാൻ. അവിടെ നിന്ന് 5.1 കിലോമീറ്റർ ഉണ്ട്. 5.1 കിലോമീറ്റർ ഉണ്ട് കേട്ടോ. നേരെ പോവാം. ചിലപ്പോൾ നമ്മളെ ലാസ്റ്റ് ഓർഡർ ആയിരിക്കും ഇത്. ചിലപ്പോൾ നമ്മളെ ലാസ്റ്റ് ഓർഡർ ആയിരിക്കും. ചിലപ്പോൾ, ഉറപ്പ് പറയാൻ പറ്റില്ല, ചിലപ്പോൾ ലാസ്റ്റ് ഓർഡർ ആയിരിക്കും. പക്ഷേ ഫൈനലി നമ്മൾ ലൊക്കേഷൻ എത്തിയിട്ടുണ്ട്. ഇനി ഒരു 600 മീറ്റർ കൂടെ ഉള്ളൂ കേട്ടോ. അങ്ങോട്ടാണ് പോകാനുള്ളത്. കൊച്ചുള്ളൂർ മറ്റേ അമ്പലത്തിൻ്റെ അങ്ങോട്ടാണ് പോകാനുള്ളത്. അമ്പലത്തിൻ്റെ അങ്ങോട്ടെന്ന് പറയുമ്പോൾ മേജർ ഉള്ളൂർ ശ്രീ സുബ്രഹ്മണ്യ ക്ഷേത്രം, അങ്ങോട്ടാണ് പോകാനുള്ളത്. നേരെ വെച്ച് പിടിക്കാം. സെറ്റ്. ഒരു ടയർ പഞ്ചറാണോ എന്നൊരു ഡൗട്ടുണ്ട്. അത് ഏറെ കുറവാണ്. ആ ടയറേ പഞ്ചറാണെന്ന് തോന്നുന്നു. ഫൈനലി നമ്മൾ ലൊക്കേഷൻ എത്തിയിട്ടുണ്ട്. ഇവിടെയാണ് തോന്നണം കേട്ടോ. ഈ അഡ്രസ് 101 പറഞ്ഞാൽ അതാണ് തോന്നുന്നത്. സോറി കേട്ടോ, ശകലം താമസിച്ചു. ശരി, ഓക്കെ. ഗൈസ് അപ്പോൾ ലാസ്റ്റ് കൊടുത്ത് 62.28 കിട്ടിയത്. ഗൈസ് നമുക്ക് അടുത്ത ഓവർ അടിച്ചിട്ടുണ്ട്. ഭാഗ്യത്തിന് കിട്ടി കേട്ടോ. ഇൻസെറ്റീവ് എല്ലാം കൂടെ ചേർത്ത് കിട്ടാൻ കണക്കിന് കിട്ടി. അപ്പോൾ അടുത്ത ഓവർ എന്ന് പറഞ്ഞാൽ നോർത്ത് ബൈറ്റ്സ് ആണ്. നോർത്ത് ബൈറ്റ്സ് എന്ന് പറയുന്ന റെസ്റ്റോറൻ്റ് ആയിരുന്നു കേട്ടോ. സലാഡ് ബിസ്ട്രോ അല്ല. ഓക്കെ ഗൈസ്, അപ്പോൾ ഇങ്ങോട്ടാണ് പോകാനുള്ളത്. ഇവിടുന്ന് റൈറ്റ് കയറി പോകണം കേട്ടോ. തിരിക്കും. നമുക്ക് ഇവിടുന്ന് റൈറ്റാണ് കയറി പോകാനുള്ളത്. ഗൈസ് അപ്പോൾ ഫുഡ് റെഡി ആയിട്ടുണ്ട്. 78.53 കേട്ടോ.
78.53. ഗായ്സ് അപ്പം ഫുഡ് ഐറ്റം എടുത്തിട്ടുണ്ട്. ഐറ്റം നോക്കില്ല കേട്ടോ, എന്തിനാണത് നോക്കട്ടെ. കന്യാകുളങ്കരയാണ് കേട്ടോ. വെമ്പാലം രാശി നിവാസ് മുക്കമ്പാല മൂട് കന്യാകുളങ്കര എന്നാണ് കൊടുത്തേക്കുന്നത്. ഗായ്സ് അപ്പോൾ ഇവിടെ ലോങ് ഓവറാണ്. 15 കിലോമീറ്റർ ഉണ്ട് കേട്ടോ. 15 കിലോമീറ്ററാണ് ലോങ് അടിച്ച് വിടും. അപ്പോൾ നെൽപ്പാഞ്ചിറ റൂട്ട് വഴിയാണ് പോകുന്നത് കേട്ടോ. നാലാഞ്ചിറ മാർവാനിസ് ആ റൂട്ടാണ് പോണത്. ഗായ്സ് അപ്പോൾ വീടെത്താറായിട്ടുണ്ട്. നല്ല മഴ കേട്ടോ ഇങ്ങോട്ട് വന്നപ്പോൾ. ഇങ്ങോട്ടൊക്കെ അത്യാവശ്യം നല്ല പോലെ മഴ. ഞാൻ കുറേ നനഞ്ഞു, വണ്ടി നിർത്താൻ പറ്റിയില്ല. പെട്ടെന്ന് വന്നു കഴിഞ്ഞു നനഞ്ഞു സെറ്റായി. ഇപ്പോൾ വീട്ടിൽ വന്നിട്ട് തുണി മാറാം. പാൻറ്റ് വലുതായിട്ട് നനഞ്ഞില്ല, ഉടുപ്പ് നനഞ്ഞു കേട്ടോ. വിന്റർ ജാക്കറ്റിൽ ഞാൻ ഇട്ടിട്ടുണ്ട്, അതുകൊണ്ട് അത് ഫുള്ള് നനഞ്ഞു. അപ്പോൾ ഇനി നേരെ വീട്ടിലോട്ട് എത്താം. ഇനി അധികം ദൂരമല്ല കേട്ടോ, ഇനി ഒരു 1.5 കിലോമീറ്റർ അടുപ്പിച്ച് വരും. ഗൈസ് അപ്പോൾ തിരിച്ച് വീട്ടിൽ വന്നു. മഴ തണിഞ്ഞ് ആപ്പാടെ കൂന്ന് കേട്ടോ. ചൂടും മഴയും എല്ലാം കൂടെ ഒരുമാതിരി. ഗൈസ് അപ്പോൾ നമുക്ക് 11 to 3 വർക്ക് ചെയ്ത് കിട്ടിയ എമൗണ്ട് എന്ന് പറയുന്നത് ടോട്ടൽ 683 രൂപ. 218 രൂപ ഇൻസെൻറ്റീവാണ്. അതുകൊണ്ട് ചേർത്ത് 683 രൂപ 67 പൈസ. പൈസ വന്ന് കയറി ഉള്ളിൽ വിശക്കണം. ഇതുവരെ ഒന്നും കഴിച്ചില്ല. കഴിയട്ടെ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ടാണ് ഞാൻ ഡീറ്റെയിൽസ് ഞാൻ സൈഡിൽ കൊടുത്തേക്കാം. ഓക്കെ, ബൈ.